ഹലോ നമസ്കാരം എല്ലാവർക്കും. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു 24 അൾട്രാ മേടിക്കണം എന്നുള്ളത്. 23 മേടിക്കാൻ പറ്റിയില്ല, എന്നാൽ പിന്നെ 24 മേടിക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മളിന്ന് 24 അൾട്രാ മേടിക്കാനായിട്ടുള്ള പരിപാടിയിലാണ്. നമ്മുടെ ഈ ബെസ്റ്റൽ യൂസിഫി ഉണ്ടല്ലോ, അവിടെ 0 ഇൻട്രസ്റ്റിൽ നമുക്കൊരു 4 മാസത്തേക്കൊക്കെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഫോൺ കിട്ടും. 24 അൾട്രാ മാത്രമേ കിട്ടുള്ളൂ, വേറെ ഒന്നും കിട്ടില്ല. അപ്പോൾ ഞാൻ അത് മേടിക്കാൻ വേണ്ടി പോവുകയാണ്. കുഴപ്പമൊന്നുമില്ല, നമുക്കൊരു ഇൻസ്റ്റാളായിട്ട് ഒരു 50K ഡേ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 0 ഇൻട്രസ്റ്റിലാണ് കിട്ടുന്നത്. അപ്പോൾ അത് ഞാൻ നേരെ മേടിക്കാൻ പോവുകയാണ്, നേരെ അൽ യൂസിഫിലേക്ക്. ഓക്കെ ബൈ. ഇവിടെ സെമീർ നമുക്ക് വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഫോൺ ഇവിടെ ഡെലിവറിക്ക് റെഡിയാണ്, പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത് എടുത്തത് കുറച്ച് ഇൻസ്റ്റാൾമെൻറ്റ് രീതിയിലാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ അതാ 0 ഇൻട്രസ്റ്റിൽ 4 മാസത്തെ പേയ്മെൻറ്റിലാണ്. ചെറിയ ഡൗൺ പേയ്മെൻറ്റ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോൺ സ്വന്തമാക്കാം. അപ്പോൾ ഇതാ വരും. ഞാൻ എൻ്റെ ഫോൺ ഇവിടെ ഐശ്വര്യപൂർവ്വം കമോൺ താങ്ക് യു എൻ്റെ ഐഫോൺ എന്നല്ല കേട്ടോ, S24 അൾട്ര കിട്ടി. താങ്ക് യു ഷമീർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റൽ യൂസിഫി ഫാഹിലിൽ സെമീറിനെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് 0 ഇൻട്രസ്റ്റിൽ നിങ്ങൾക്ക് S24 അൾട്ര സ്വന്തമാക്കാം. ഓക്കെ ബൈ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടുത്തെ ബെസ്റ്റൽ യൂസിഫിലെ സെമീറുണ്ട്. സെമീറിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സെമീറിൻ്റെ അടുത്ത് മേടിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് മേടിക്കാവുന്നതാണ്. കാരണം ഇത് എത്ര നാളത്തേക്ക് ഉണ്ടാവും എന്നറിയില്ല ഈ ഒരു ഓഫർ അവർ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാം. ഇന്നത്തെ അപ്പോൾ രണ്ടാമത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ആദ്യത്തെ പരിപാടി ഫോൺ മേടിക്കലായിരുന്നു. ഫോൺ മേടിച്ച് ചാർജിലിട്ടിരിക്കുകയാണ്. ഇനി കുറേ കഴിഞ്ഞിട്ട് വന്നിട്ട് അത് റെഡിയാക്കണം. അപ്പോൾ രണ്ടാമത്തെ പരിപാടി ഇന്നൊരു വീഡിയോ ചെയ്യാനുണ്ട്. പെരുന്നാളൊക്കെയല്ലേ വരുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ മേടിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെഹബുള്ളയിലുള്ള ഒരു ഷോപ്പുണ്ട്. അപ്പോൾ വീഡിയോ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പോയിട്ട് വീഡിയോ ചെയ്ത് കൊടുക്കാൻ പോകണം. അപ്പോൾ നേരെ അങ്ങോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വീഡിയോ ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾക്ക് അവിടെ പോയിട്ട് എടുക്കാം. വളരെ വിലക്കുറവാണ്. ഒരുപാട് പുതിയ പെരുന്നാളിൽ ഒരുപാട് സ്റ്റോക്സൊക്കെ വന്നിട്ടുണ്ട്. ജെൻസിൻ്റെ ആണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി നമുക്ക് കാണാം. നമ്മുടെ അടുത്ത പരിപാടിക്കുള്ള ഷോപ്പിലൂടെ എത്തി. സ്റ്റൈപ്ലസ് മെൻസ് വെയറിലാണ്. ഇവിടെ പെരുന്നാളിൻ്റെ ഡ്രസ്സൊക്കെ കുറേ ഇറക്കിയിട്ട് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സൊക്കെ നടക്കുകയാണ്. ഇവിടെ കണ്ടില്ലേ, കുറേ ഇവിടെയൊക്കെ എല്ലാം അടക്കി പെറുക്കി വെക്കുന്നു, റാക്കിൽ കയറ്റുന്നു, കുറേ ഹാങ് ചെയ്യുന്നു. ഇതൊക്കെ ഈ പ്രാവശ്യത്തെ പെരുന്നാളിന് വേണ്ടിയിട്ട് ഇറക്കിയിരിക്കുന്ന സംഭവങ്ങളാണ്. ഗൈസ്, എങ്ങനെയുണ്ട് ഞാൻ ഇട്ടിരിക്കുന്ന ടീഷർട്ട്? എങ്ങനെയുണ്ട്? നല്ല 5 സ്ലീവ് ടീഷർട്ട് കേട്ടോ. നല്ല വെളുത്ത, ഇതിനകത്ത് നല്ല കിഡിൽ പാറ്റേൺസ് ആയിട്ടുള്ള നല്ല കളർഫുൾ അല്ലേ. അപ്പോൾ ഇതുപോലത്തെ ടീഷർട്ട് കിടയുണ്ട്. എൻ്റെ കയ്യിൽ ഇരിക്കുന്നില്ല 5 സ്ലീവ് ടീഷർട്ടൊക്കെയാണ്. ഇതിൻ്റെ തന്നെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ബാക്ക് സൈഡിൽ പ്രിൻ്റ് ഉള്ളതുണ്ട്, ഫ്രണ്ടിൽ പ്രിൻ്റ് ഉള്ളതുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ 5 സ്ലീവിൻ്റെ ടീഷർട്ട് കൂടാതെ ഷർട്ട്സൊക്കെ ഒരുപാടുണ്ട് കേട്ടത്. ഈ കാണുന്നതൊക്കെ 5 സ്ലീവിൻ്റെ പ്രിൻറ്റഡ് ആയിട്ടുള്ള 5 സ്ലീവ് ഷർട്ട്സൊക്കെയാണ്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷർട്ടാണ് കേട്ടോ. അടിപൊളിയല്ലേ, കിട്ടുന്ന ലുക്കാണ് ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അതുപോലെ ഇതുപോലത്തെ ഇതുണ്ടല്ലേ, ഇത് 5 സ്ലീവിൻ്റെ ഒരു ഇതാണ്, ഷർട്ട്സൊക്കെയാണ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പെരുന്നാളിൻ്റെ ഇവിടെ കുറേ ഹാങ് ചെയ്തിട്ടുണ്ട്. പെരുന്നാളിൻ്റെ ഇവിടെ കുറേ സംഭവങ്ങൾ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ പെരുന്നാളിൻ്റെ ഐറ്റംസ് ഒക്കെയാണ്. അപ്പോൾ സൈപ്രസിൽ വരാം. നല്ല കിള്ള മോഡേൺ ആയിട്ടുള്ള ടീഷർട്ട്സുകളും പാൻസ്, അതുപോലെ തന്നെ ജീൻസുകൾ അടുക്കി വെച്ചിട്ടുണ്ടല്ലേ. ഇതെല്ലാം പെരുന്നാളിൻ്റെ കളക്ഷൻസൊക്കെ ഇവിടെ വന്നാണ്. ഓക്കെ, അപ്പോൾ സ്പോട്ട് മറക്കണ്ട. നമ്മുടെ മെഹബുള്ള ബ്ലോക്ക് 3 സ്ട്രീറ്റ് 302 സ്റ്റൈപ്ലസ് ഉള്ളത്. ഒരുപാട് ഷർട്ട്സൊക്കെ ഉണ്ട്, ഒരുപാട്. അതുപോലെ തന്നെ സൺഗ്ലാസുകളും ഐറ്റംസൊക്കെ ഒരുപാട് ഉണ്ട് ഇവിടെ. തീർച്ചയായിട്ടും വരാം കേട്ടോ. അപ്പോൾ നമ്മളിനി അടുത്ത പരിപാടിയിലേക്ക് പോവാണ്. ഓക്കെ ബൈ. ഹലോ, അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ പരിപാടി ഇന്നത്തെ വൈകിട്ട് ഏതാണ്ട് 4:30 ആയിട്ടോ. അപ്പോൾ ഞങ്ങളുടെ നിങ്ങൾ കണ്ടു കാണും, ഞങ്ങൾ കുവൈത്തിലുള്ള കുറച്ച് പ്രമുഖരായിട്ടുള്ള അല്ലേ ഇൻഫ്ലുവൻസേഴ്സ്, അങ്ങനെയല്ലേ, ചെറുതായിട്ട് നമ്മൾ കുറച്ച് ചെറിയ വീഡിയോസൊക്കെ ചെയ്തു പോകുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ അതിൻ്റെ ഒരു ചെറിയ നോമ്പുതുറ പരിപാടികൾ, കുറച്ച് ബോക്സൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മെഹബുള്ള ഭാഗങ്ങളിലൊക്കെ കുറച്ച് ആളുകൾക്കൊക്കെ അത് സപ്ലൈ ചെയ്യാനായിട്ടുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഷാമോനുണ്ട്, ഫൈസലുണ്ട്, അച്ചായൻ കുവൈത്ത് ഉണ്ട്, അങ്ങനെ ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ മെഹബുള്ളയിലാണ്. ഞങ്ങളിനി അതിന്റെ സപ്ലൈ പരിപാടികളൊക്കെയാണ് അല്ലേ. നല്ല ഷാമോന, എന്തുണ്ട് വിശേഷങ്ങൾ പറയൂ? അടിപൊളി ആണല്ലേ. അപ്പോൾ നമ്മൾ സപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന്റെ വീഡിയോ ആയിട്ട് വരുന്നത്. ഓ ഓക്കെ. ഞങ്ങൾ ഒരുപാട് 4 മണി മുതൽ ഭയങ്കര ക്യൂകളാണ് ഈ ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ആളുകൾ അവിടെ ഫുഡൊക്കെ മേടിക്കാനായിട്ട് ആളുകളൊക്കെ നിൽക്കണോ സംഭവങ്ങൾ.
ഒരുപാട് ആളുകൾ ക്യാമ്പുകളൊക്കെ ഉള്ള ഏരിയ ആയതുകൊണ്ട് ഒരുവിധം ആളുകളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ആ ഫുഡ് പ്രതീക്ഷിച്ചിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് ആളുകളുണ്ട്, ഓരോ സ്ഥലത്ത് കാണുന്നുണ്ട്. നമുക്ക് മെഹബുള്ള ഭാഗങ്ങളിലൊക്കെ ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ പോകുന്നുണ്ട്. അപ്പോൾ മെഹബുള്ളയുടെ മനോഹരമായിട്ടുള്ള വ്യൂകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, കണ്ടില്ലേ? കിട്ടുന്ന സംഭവം അല്ലേ? വിജിനെ ഇതുണ്ട്, വിജിന് വന്നിട്ടുണ്ട്. നമ്മുടെ അച്ചായൻ കോയത്ത്. അച്ചായോ നമസ്കാരം. നമസ്കാരം. പറയാം, എന്ത് വിശേഷങ്ങളൊക്കെ? കണക്കുകൾ എഴുതും കേട്ടോ. കണക്കുകൾ എഴുതി പിടിക്കുക. കൊള്ളാലെ കൊച്ചു ബുക്കായിട്ടുള്ള നല്ലൊരു അനുഗ്രഹമായിട്ടുള്ള ഒരു ദിനം, അല്ലാതെ ഒന്നും പറയില്ല. നമ്മുടെ ഒരു പുതിയ കൂട്ടായ്മ അസോസിയേഷന്റെ ഭാഗമായിട്ട് ഇന്ന് കിറ്റ് വിതരണമായിട്ട് ഞങ്ങൾ എല്ലാവരും മെഹബുള്ള എത്തിയേക്കുവാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് തന്നെ പറയാം. കുവൈറ്റിലുള്ള പ്രമുഖ കഴിഞ്ഞ ദിവസമാണ് ചെറിയൊരു നമ്മുടെ കൂട്ടായ്മ. സംഘടന എന്ന് പറയുമ്പോൾ അത് വേറെ ലെവലിലൊക്കെ ആളുകൾ ഇത് ചെയ്യും. പക്ഷെ നമ്മൾ എല്ലാവരും കൂടെ ചേർന്നിട്ട്, നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മ നമ്മൾ രൂപീകരിച്ചു. നമ്മൾ എന്തെങ്കിലും പരിപാടികളൊക്കെ ഓർഗനൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഇതുപോലുള്ള ചെറിയ ചെറിയ ആളുകളെ അല്ലേ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഞങ്ങളൊക്കെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഫൈസല, അപ്പൊ നമ്മൾ ഇന്ന് പരിപാടി അല്ല, ഫൈസൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഫൈസലുണ്ട്. സുഹൃത്തിന്റെ പേര് മറന്നുപോയി. ജലാൽ. ഫൈസൽ, ഒരു ഹായ് പറഞ്ഞേ. ഓക്കെ, നമുക്കുള്ള ഫുഡ് ഇവിടെ വന്നിട്ട് നമ്മൾ കൊടുക്കാൻ സപ്ലൈ ചെയ്യാനുള്ള ഫുഡൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ബോക്സ് ഉണ്ട്, അതുപോലെ കിറ്റിലൊക്കെ ഫുഡുണ്ട്. ഒരെണ്ണം പറഞ്ഞു നമ്മള് ഇവിടുത്തെ ഇഫ്താറിന്റെ ഈ കിറ്റ് കൊടുക്കുക. ഇഫ്താറിന്റെ കിറ്റ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ ഒരു 100-100ഓളം കിറ്റുകൾ നമുക്ക് കിട്ടിയിരുന്നു. നമ്മുടെ എല്ലാവരുടെ സുഹൃത്തുക്കൾക്ക് ചേർന്നിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു. അപ്പോൾ ആളുകൾക്ക് ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, എന്നാലും വളരെയധികം സന്തോഷം. ഫൈനലി നമ്മൾ നോമ്പുറൊക്കെ വന്നിരിക്കുന്നത് ഇവിടെ എന്ത് മന്തിയാണ്? മന്തി അറയാൻ എന്ന് പറയുന്ന മെഹബുള്ളയിലാട്ടോ. മന്തി അറയാൻ്റെത് നമ്മളിങ്ങനെ നോമ്പുറക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇവിടെയാണ് ഇന്ന് നമ്മുടെ നോമ്പോറ. ഇവിടെ ഇങ്ങനെ ഇരുന്ന് നോമ്പുറക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ട് ഇവിടെ. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഇരുന്ന് നോമ്പ് തുറക്കാം. ഓക്കെ, ഇവിടെ ഇരിക്കാം അല്ലേ? ഓക്കെ. എവിടെ ഭാഷ എവിടെയാണ്? നോമ്പെല്ലാം തുറന്നിട്ട് ഞങ്ങൾ വീണ്ടും വന്നിരിക്കുന്ന സ്ഥലം എവിടെ പറയാമോ? ടീ ടൈം. നമ്മുടെ മങ്കാഫിൽ ടീ ടൈമിൽ അച്ഛനുണ്ട്. ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.